നമസ്കാരം. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. മുരാരി ബാബു എന്ന NSSന്റെ വിശ്വസ്തൻ, പെരുന്ന കരയോഗം മുൻ വൈസ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡിലെ ജീവനക്കാരൻ, ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന വ്യക്തി. മാത്രമല്ല, NSSന്റെ തണലിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം കണ്ണുനട്ടിരുന്ന മുരാരി ബാബു കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 10 മണിക്ക് അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ പെരുന്നയിലെ വീട്ടിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറയണം. എന്തായാലും ഈ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് പെരുന്നയിലെ വീട്ടിൽ വെച്ചാണ് ഇയാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെയായിരുന്നു SITയുടെ നിർണായക നീക്കമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വൈദ്യ പരിശോധനയ്ക്കായി മുരാരി ബാബുവിനെ കൊണ്ടുപോകും. ശേഷം റാന്നി കോടതിയിൽ ഇയാളെ എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഗൂഢാലോചനയിൽ ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാൾ ഒന്നാം പ്രതിയോടൊപ്പം ഇരുത്തി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുരാരി ബാബുവിനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയിരുന്നു. മുരാരി ബാബുവാണ് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് എന്ന് തെറ്റായി ദേവസ്വം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത്. 2024 ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതിനായി മുരാരി ബാബു വഴിവിട്ടിടപെട്ടതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കൂടാതെ ദ്വാരപാലക ശില്പം നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിക്കാൻ മുരാരി ബാബു നീക്കം നടത്തിയെന്ന കാര്യവും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ചേർന്ന് മുരാരി ബാബുവിന് കുരുക്ക് മുറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം മറ്റൊരു അറസ്റ്റ് മുരാരി ബാബുവിൻ്റെതായി വരുന്നു. ഏതായാലും കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ കർശനമായിട്ടുള്ള നിരീക്ഷണം, ഏതായാലും ഈ ഒരു കേസ് ഇങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിലും പണസ്വാധീനത്തിലുമൊന്നും തേഞ്ഞുമാഞ്ഞു പോകില്ല എന്ന ഒരു വലിയ ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ അത് ഹൈക്കോടതിയിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അമ്പലക്കള്ളന്മാർ, കാട്ടുകള്ളന്മാർ ഓരോന്നായി അഴിക്കുള്ളിലാകുന്നു. ഇതിൻ്റെ സത്യാവസ്ഥകൾ ഓരോരോ മണിക്കൂറുകളിൽ പുറത്തു വരുന്നു. അങ്ങനെ മുരാരി ബാബു എന്ന കൊടും കള്ളൻ, അയാൾ അമ്പലക്കള്ളൻ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.